എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെയും ടീംസിനെയും കാണിക്കുന്നു. അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാ നോക്കിയാ മറ്റാരുമല്ല, നമ്മുടെ ഗ്രാമത്തിലെ പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് അവരോട് താങ്ക് യു, നിങ്ങളുള്ളതുകൊണ്ടാണ് സസ്പെക്റ്റിനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞത്. സംഭവം ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിയതിന് ഇപ്പൊ കോമയാവട്ടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും അവൻ പുറം ലോകം കാണില്ല. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് തിരികെ പോകാമെന്ന് പറയുമ്പോൾ അപ്പൊ കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ് ആ ഒരു ആത്മാവ് അതിനെയും ഇവിടം വിട്ടു പോയിട്ടില്ല. അപ്പൊ നെജി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ നൈസായിട്ട് താഴേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ പ്രീസ്റ്റ് അതൊന്നും മൈൻഡാക്കാതെ കുഴപ്പമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയും. അങ്ങനെ തിരിച്ചെത്തിയിട്ട് നമ്മുടെ ആൾക്കാരാവട്ടെ അവരുടെ ഡ്രസ്സൊക്കെ ഇപ്പൊ പാക്ക് ചെയ്യാൻ ആരംഭിക്കും. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒരു പിടിയും കിട്ടില്ല. നെജി തന്നെയാണ് അവനോട് പറഞ്ഞത് ആ ഒരു ആത്മാവ് അതിനിയും പോയിട്ടില്ല എന്ന്. അതേ നാവ് വെച്ച് അവൻ തന്നെ പറയുന്നു എല്ലാം കഴിഞ്ഞു, നമുക്ക് ഗ്രാമത്തിലേക്ക് തിരികെ പോകാന്ന്. അതിന് നെജി പറയും എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ സോൾവ് ആയി, എല്ലാത്തിന്റെ ഉത്തരവാദി കോമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ജയിലിലുമായി, മിഷൻ കഴിഞ്ഞ് നമുക്ക് പോകാൻ സമയമായെന്ന് അവൻ ഉറപ്പിച്ചു പറയും. പക്ഷെ കുട്ടപ്പനാവട്ടെ എനിക്കെന്റെ സംശയങ്ങളൊന്നും തീരാതെ വരാനായിട്ട് സാധിക്കില്ല, ഞാൻ ഉറപ്പായിട്ടും ആ ഒരു ആത്മാവിനെ കണ്ടുപിടിച്ചിട്ടേ തീരുകയുള്ളൂ എന്ന് പറയുമ്പോൾ നെജി ആവട്ടെ അവൻ ടെൻഷനായിട്ട് ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ ലീഡർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അവൻ പറയും നീ എത്രയും പെട്ടെന്ന് ആ ഒരു ആത്മാവിനെ കണ്ടുപിടിക്കണം. ഞാനും ടെൻറ്റണും ഞങ്ങളുടേതായ ഒരു ആംഗിളില് അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കാരണം കുട്ടപ്പന്റെ സംശയങ്ങളെല്ലാം തന്നെ 100% ശരിയാണ്. എന്തോ എവിടെയോ നമുക്ക് പിടികിട്ടാത്ത വലിയൊരു കുഴപ്പം നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ഞാൻ ഇപ്പൊ തന്നെ ആ ആത്മാവിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടും. ആ സമയത്ത് ഇപ്പൊ കണ്ണാടി പയ്യൻ കറക്റ്റായിട്ട് അവിടേക്ക് കയറി വരും. അകത്തെത്തുമ്പോ അവൻ ചോദിക്കും നറൂട്ടോ കുട്ടപ്പൻ അവൻ എവിടെ പോയതാണ്? അതിന് നെജി പറയും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവൻ പുറത്തേക്ക് പോയതാണ്. അപ്പൊ നമ്മുടെ കണ്ണാടി പയ്യൻ അവർക്ക് മുൻപിൽ ഒരു ഗിഫ്റ്റ് എടുത്തു വെക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ സമ്മാനമാണ്. കാരണം വളരെ ചെറിയ എമൗണ്ട് മേടിച്ചാണ് നിങ്ങൾ ഈ മിഷൻ ഏറ്റെടുത്തത്. സോ വളരെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ പാവൻ ടെൻറ്റൻ കരുതും അതിനകത്ത് മുഴുവൻ ഇപ്പൊ ഒരുപാട് പണമായിരിക്കുമെന്ന്. അവർ മൂത്ത് അത് തുറന്നു നോക്കുമ്പോ അണ്ടിപ്പരിപ്പ് പോലെ എന്തോ ഒരു സാധനം. അതിന് ടെൻറ്റന് കലി കയറി നീ ഈ സമയത്ത് പോലും ഇത്രയും ദാരിദ്ര്യം കാണിക്കുകയാണോ? ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു ആത്മാവിനെ കുറിച്ച് അന്വേഷിച്ച് ഒടുവില് ആ ഒരു ടെമ്പിളിന്റെ മുൻപില് ഇപ്പൊ എത്തിച്ചേരും. പക്ഷെ കുട്ടപ്പന് ആ ഒരു ടെമ്പിളിന്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് പോവാൻ ഇപ്പൊ എന്തോ ഒരു പേടി തോന്നും. എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് സമരൻ ജിപ്സ് ഉപയോഗിച്ച് ഗാമത്തവളെ തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് സഹായത്തിനായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവനാവട്ടെ കഷ്ടപ്പെട്ട് മുക്കി ഇപ്പൊ സമരൻ ജിപ്സ് എടുക്കുമ്പോ ഗാമയുടെ 2 കുട്ടിത്തവളകളായിരിക്കും അവിടേക്ക് വരിക. കുട്ടപ്പൻ അവരെ കണ്ട ഉടൻ തന്നെ നിങ്ങൾ 2 പേരും ഈ ടെമ്പിളിന്റെ അടുത്ത് പോയി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുകയും ചോദിക്കുമ്പോ അതിന് തവളക്കുട്ടന്മാര് നീ എന്തായി പറയണേ, ഞങ്ങൾ പട്ടികളൊന്നുമല്ല, മണം പിടിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല, നിനക്കെന്താ വട്ടുണ്ടോ ചോദിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഇനിയിപ്പോ എന്താ ചെയ്യാന്നും പറഞ്ഞ് തലയ്ക്ക് കൈവച്ചിരിക്കും. തവളക്കുട്ടന്മാര് തുള്ളിക്കളിച്ചിട്ട് അതിലൊരുത്തൻ അടുത്തുള്ളൊരു മരത്തിന്റെ മേലേക്ക് ഇപ്പൊ വലിഞ്ഞു കയറും. എന്നിട്ടൊരു ചരടെ പിടിച്ച് വലിക്കുമ്പോ വലിയൊരു പട്ടം ഇപ്പൊ താഴേക്ക് വീഴും. ആ പട്ടം കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് എന്തോ ഒരു സംശയം തോന്നും. മാത്രമല്ല മരത്തിന്റെ മേലേക്ക് നോക്കിയാ ഇപ്പൊ ഇതുപോലുള്ള ഒരുപാട് പട്ടങ്ങള് അതിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കുട്ടപ്പൻ കാണും. ഇത്രയും പട്ടം പറക്കണമെങ്കിൽ എന്തെങ്കിലും ഉത്സവോ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വേണം. പക്ഷെ ഈ അടുത്തൊന്നും ഇവിടെ അത്തരത്തിലുള്ള ഒരു പരിപാടിയും നടന്നിട്ടില്ല. അപ്പോഴാണ് കുട്ടപ്പന് മനസ്സിലാവുക എന്തുകൊണ്ട് ഈ പട്ട ഉപയോഗിച്ചുകൊണ്ട് അവന് പറന്നുകൂടാ. അവൻ വരുന്നത് രാത്രിയാണ്. മാത്രമല്ല ഈ പട്ടത്തിന്റെ നിറം അത് കറുപ്പുമാണ്. ഇതിന്റെ സഹായത്താൽ തന്നെയാണ് അവൻ പറന്നു നടക്കുന്നതെന്ന് ഇപ്പൊ കുട്ടപ്പന് പിടികിട്ടും. കുട്ടപ്പൻ ഉടനെ ആ ഡോർ തുറന്ന് ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തവളക്കുട്ടൻ പറയും ഇവിടെ മുഴുവൻ തന്നെ നല്ല തണുത്ത കാറ്റാണ്. അത് കണ്ട് കുട്ടപ്പൻ ഇപ്പൊ ഫ്ലോറിലിരുന്ന് അവന്റെ കത്തി വെച്ച് കുത്താൻ ആരംഭിക്കും. അപ്പ അവൻ കാണും അത് വെറും ഫൗണ്ടേഷൻ അല്ല, ബേസ്മെന്റിലേക്കുള്ള ഒരു ഡോറാണ്. കുട്ടപ്പൻ പേടിച്ച് അവന്റെ തവളക്കുട്ടപ്പന്മാരുമായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോ ഇവിടെ കണ്ണാടി പയ്യനാവട്ടെ ആ ഒരു പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്ന് കുട്ടപ്പനും ടീംസും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കാര്യം പറയാനായിട്ട് അവന്റെ റൂമിലേക്ക് വരും. അപ്പൊ പ്രീസ്റ്റ് പറയും അങ്ങനെ ഒരു വിധത്തില് ഒരുത്തന്റെ കാര്യത്തില് ഇപ്പൊ തീരുമാനായി, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത കരുക്കൾ നീക്കണമെന്ന് പറയുമ്പോ ഇവിടെ കണ്ണാടി പയ്യനാവട്ടെ അവൻ ഞെട്ടി വരച്ച് പ്രീസ്റ്റിന്റെ തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കും. അപ്പൊ മുകളിലായിട്ട് അവൻ കാണും ഒരുപാട് പടയാളികള് അവൻ പറയുന്നത് കേട്ട്
അങ്ങനെ കുത്തിയിരിക്കുന്നത്. കണ്ണാടി പയ്യൻ പേടിച്ചോടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പ്രീസ്റ്റിന് മനസ്സിലാവും പുറത്ത് ആരോ ഉണ്ടെന്ന്. പ്രീസ്റ്റ് ചാടി എഴുന്നേറ്റ് ഒരു കത്തി ഇപ്പൊ പുറത്തേക്ക് വലിച്ചങ്ങോട്ട് എറിയും. അത് കറക്റ്റായിട്ട് ഇപ്പൊ കണ്ണാടി പയ്യന്റെ കയ്യില് തറച്ചു കയറുമ്പോ അവൻ വേദന കൊണ്ട് അലറിക്കാറും. പ്രീസ്റ്റ് ഓടി പുറത്തേക്ക് വരുമ്പോ അവിടെ ഇപ്പൊ ആരും ഉണ്ടാവില്ല. മാത്രമല്ല വഴിയിലായിട്ട് ഒരുപാട് രക്തത്തുള്ളികള് ഇപ്പൊ കിടക്കുന്നതായിട്ട് കാണും. അവനെ വിടരുത്, അവനെ പിടിക്ക് എന്ന് പ്രീസ്റ്റ് അലറുമ്പോ ആളുടെ അസിസ്റ്റൻസ് ആവട്ടെ അവനെ പിടിക്കാൻ ഇപ്പൊ പുറകെ ഓടും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ഒരു തുരങ്കം വഴി ഇപ്പൊ വന്നെത്തുക ആ ഒരു ഫ്യൂഡൽ ലാർഡിന്റെ വീടിന്റെ തൊട്ടടുത്തായിരിക്കും. അതിനിടയിൽ കുഞ്ഞൻ തവള അവിടെ ഒരു ട്രാപ്പിൽ പോയി പെടും. അത് അലറാൻ തുടങ്ങും. കുട്ടപ്പൻ അതിന്റെ വാ പിടിച്ച് പൊത്തുവെങ്കിലും അപ്പോഴേക്ക് ഫ്യൂഡൽ ലാർഡിന്റെ ഒരുപാട് പടയാളികള് ഇപ്പൊ കുട്ടപ്പനെയും തവളയും വളഞ്ഞങ്ങോട്ട് നിൽക്കും. കുട്ടപ്പൻ പേടിച്ച് വരച്ച് നിൽക്കുമ്പോ അവിടേക്ക് കറക്റ്റ് ടൈമില് ഇപ്പൊ സഖി കടന്നു വരും. നീ ഏതാ, നിങ്ങളൊക്കെ എന്താ ഇവിടെയും ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഹായ്, നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാനും എന്റെ പിള്ളേരുമാണ് അന്ന് പുഴയുടെ അടുത്ത് നിന്ന് നിന്റെ ജീവൻ രക്ഷിച്ചത്. അതിന് സഖി, ഏതാടാ നീ? എനിക്കറിയാൻ പാടില്ല, ഇവനെ കൊണ്ടുപോയി തുറങ്കിലടയ്ക്കാൻ പറയും. കട്ട് ചെയ്താ ഇവിടെ കണ്ണാടി പയ്യനാവട്ടെ ഒരു കാട്ടിക്കൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് മുറിവേറ്റതുകൊണ്ട് തന്നെ വളരെ സ്പീഡില് അവനെ കൊണ്ട് ഓടാനായിട്ട് സാധിക്കില്ല. അവൻ വീഴുമ്പോ ഗാർഡ്സ് ആവട്ടെ വീണ്ടും വീണ്ടും നിഞ്ചാ ബ്ലേഡ് അവന് നേരെ വലിച്ചെറിയും. അവൻ ഓടി വന്ന് ഒരു നദിയുടെ തൊട്ടടുത്തെത്തുമ്പോ അങ്ങനെ തന്നെ മയങ്ങി ഇപ്പൊ താഴേക്ക് വീഴും. അത് കാണുമ്പോ ഗാർഡ്സ് കരുതും അവൻ വെള്ളത്തിൽ വീണ് മരിച്ചുപോയെന്ന്. പക്ഷെ കണ്ണാടി പയ്യൻ അവൻ വെള്ളത്തിനടിയില് ഒരു കല്ലിൽ ഇറുക്കി പിടിച്ച് ഇപ്പൊ മുൻപോട്ട് നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ ഇപ്പൊ തുറങ്ങിക്കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്, ഞാൻ വന്നത് ആ ഒരു ഭൂതത്തെ പിടിക്കാനാണ്. നിങ്ങളുടെ ഗ്രാമം ഇപ്പോഴും വലിയ അപകടത്തിൽ തന്നെയാണ്. ദയവ് ചെയ്ത് എന്നെ അഴിച്ചുവിട്. നമ്മുടെ കുട്ടപ്പൻ അത്രയൊക്കെ വിളിച്ചു കൂവിയിട്ടും അവന്റെ അടുത്തായിട്ട് ഇപ്പൊ ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടപ്പന് വേണമെങ്കിൽ അവനെ പിടിച്ച് കെട്ടിയ സമയത്ത് തന്നെ അവരെ എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് മറ്റൊരു ഗ്രാമമാണ്. അവരെ സഹായിക്കാനാണ് കുട്ടപ്പൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവനെല്ലാം സഹിച്ച് ഇപ്പൊ അറയ്ക്കുള്ളിൽ കിടക്കുന്നത്. കുട്ടപ്പൻ പതിയെ താഴേക്കിരുന്ന് ആ ഒരു കാമാ തവളയോട് അവന്റെ കെട്ടഴിക്കാൻ പറയും. ആ സമയത്ത് ഇപ്പൊ അവിടേക്ക് ആരോ കയറി വരും. കുട്ടപ്പനാവട്ടെ ആ ഒരു രൂപം കണ്ട് ഇപ്പൊ പേടിച്ചു വിറയ്ക്കും. അത് മറ്റൊന്നുമല്ല, ആ ഒരു ശപിക്കപ്പെട്ട ആത്മാവ്. അത് വന്ന ഉടൻ തന്നെ അതിന്റെ വാളെടുത്ത് വീശി ഇപ്പൊ കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. നമ്മുടെ കുട്ടപ്പന്റെ കൈ ഓൾറെഡി കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ ഓടി മാറുമ്പോ വില്ലനാവട്ടെ അവന്റെ കത്തി എടുത്ത് വീശും. അത് കറക്റ്റായിട്ട് കുട്ടപ്പന്റെ ഡ്രസ്സ് കീറി താഴേക്ക് അങ്ങനെ പോവും. കുട്ടപ്പനുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അവനിപ്പോ പുറകോട്ടേക്ക് ഓടാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും അവന്റെ കയറ് അത് അറുത്തുമാറ്റാൻ ശ്രമിക്കുമ്പോ ആ ഒരു ആത്മാവ് ഇപ്പൊ നീളത്തിലൊരു കത്തിയുമായിട്ട് കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തും. ആത്മാവ് കത്തിയെടുത്ത് വീശുമ്പോ കുട്ടപ്പനാവട്ടെ അങ്ങനെ കറങ്ങി അങ്ങോട്ട് തിരിയും. വെട്ടുകൊണ്ട് അവന്റെ കയററുത്തു പോകുമ്പോ കുട്ടപ്പനാവട്ടെ ഫുൾ എനർജിയിൽ വന്ന് ആ ഒരു ചെകുത്താന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. അതിന്റെ മാസ്ക് തകർന്ന് അത് താഴെ വീഴുമ്പോഴായിരിക്കും അതാരാണെന്ന് കുട്ടപ്പൻ കാണുക. സാക്ഷാൽ സഖി. കുട്ടപ്പനാവട്ടെ അവനെ കണ്ട് ഷോക്കായിട്ട്, നീ എന്തിന് ഇങ്ങനൊരു വേഷം കെട്ടി ജനങ്ങളെ പറ്റിക്കുന്നുവെന്ന് അവനോട് ചോദിക്കും. അവൻ പറയും, ഇതെനിക്ക് എൻ്റെ അച്ഛൻ തന്ന വാച്ചാണ്. തലമുറയായി കൈമാറി എനിക്ക് കിട്ടിയ ഒരേ ഒരു സ്വത്ത്. എനിക്ക് ഈ വാച്ച് കിട്ടിയപ്പോൾ തന്നെ ഈ വാച്ച് അത് വർക്ക് ചെയ്യാതായി. മാത്രമല്ല എനിക്ക് എൻ്റെ അച്ഛനെയും സഹോദരിയെയും ഒരുപോലെ നഷ്ടപ്പെട്ടു. സോ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലുള്ള ആരോ ആണ് എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി. അവനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ വേഷത്തില് ഇവിടെ മുഴുവൻ അലഞ്ഞു നടക്കുന്നത്. ഉടനെ കുട്ടപ്പൻ ഞെട്ടി എഴുന്നേക്കും. നീ ചെയ്യുന്നത് അതൊന്നും തീരെ ശരിയല്ല എന്ന് പറയുമ്പോ അപ്പ അവൻ പറയും, അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥനായിട്ട് ജീവിക്കുമ്പോഴുള്ള വേദന അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, എനിക്കും അറിയാം ആ ഒരു വേദന. കാരണം ചെറുപ്പം മുതല് അച്ഛനെ അമ്മയെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു വിധത്തില് ഞങ്ങൾ സോൾവ് ആക്കി. നിന്റെ ശത്രുവായ കോമ അവൻ ഇന്ന് ജയിലിലാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രീസ്റ്റ് നോക്കിക്കോളൂന്ന് പറയുമ്പോ അതിന് സഖി പറയും, എന്റെ തീരുമാനത്തില് അതിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ആരാണെന്നും എന്റെ പ്ലാൻ എന്താണെന്നും ഇപ്പൊ നീയും തിരിച്ചറിഞ്ഞു. നിന്നെ ഞാൻ കൊല്ലും. മറ്റുള്ളവർ ചോദിച്ചാ നീ ഫ്യൂഡൽ ലാർഡിന്റെ വീട്ടില് അതിക്രമിച്ച് കടന്നു കയറി. സോ വേറെ വഴിയില്ലാതെ എന്റെ പടയാളികൾ നിന്നെ കൊന്നു എന്ന് പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നെജീൻ ടെൻറ്റണും ആവട്ടെ സഖിയുടെ അച്ഛന്റെ അതായത് ഒവാഷിയുടെ ആ ഒരു കല്ലറയിലേക്ക് തന്നെ ഇപ്പൊ കടന്നു വരും. നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് ഒവാഷിയുടെ കല്ലറ അത് സ്കാൻ ചെയ്യുമ്പോ ഒവാഷിയുടെ ഡെഡ് ബോഡിയും
അവന്റെ ബോഡിയിലെ വിഷാംശവും ഇപ്പൊ നെജി തിരിച്ചറിയും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഒവാഷി മരിച്ചത് അസുഖബാധിതനായിട്ടല്ല, മറിച്ച് അദ്ദേഹത്തെ ആരോ വിഷം വെച്ച് കൊന്നതാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആൾക്കാർ മുൻപോട്ട് നോക്കുമ്പോ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് കത്തിയും വടിയൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തല്ലിക്കൊല്ലാനായിട്ട് അവരുടെ അടുത്തേക്ക് വരും. ആ കൂട്ടത്തിൽ ഒരുത്തൻ ഇപ്പൊ മുൻപോട്ട് വന്ന് നെജിയോടും ടെൻറ്റനോടും പറയും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നറൂട്ടോ കുട്ടപ്പൻ ഫ്യൂഡൽ ലാർഡിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അവന്റെ കൂടെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കൊന്നു തള്ളൂന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ ഓടാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർ 100-110 ഓടുമ്പോ പടയാളികളാവട്ടെ ഒരുപാട് അമ്പ് അവർക്ക് നേരെ ചെയ്യും. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കഷ്ടപ്പെട്ട് അവര് കാട്ടിലൂടെ ഓടുമ്പോ ആരോ ഒരാള് അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ കത്തിയെടുത്ത് അവന് വെട്ടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷി. ഓ, ഇത് നിങ്ങളായിരുന്നോ? നമ്മുടെ കുട്ടപ്പൻ അവൻ വലിയ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് ഇപ്പൊ നെജിയും ടെൻറ്റണും പറയുമ്പോ കാക്കാഷി കാഷ്വലായിട്ട് പറയും, നറൂട്ടോ കുട്ടപ്പനെ രക്ഷപ്പെടുത്താൻ ഇനി ആർക്ക് സാധിക്കില്ല. നിങ്ങളുടെ മിഷൻ അത് ഓൾറെഡി കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ പറയും. അത് കേട്ട് നമ്മുടെ രണ്ടാൾക്കാരും ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.